മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ മുരിങ്ങയ്ക്ക കറിയുടെ റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റിയും ഈസിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ കറി തയ്യാറാക്കാനായി ഇവിടെ ഞാനൊരു പാനിലേക്ക് 50 ഗ്രാം ഉണക്കക്കൊഞ്ച് നന്നായി കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുകും കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചൂടായി വന്നതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ എരിവിനാവശ്യമായ 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾക്ക് ആവശ്യമായ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ തന്നെ കുറച്ച് മുരിങ്ങയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുരിങ്ങയ്ക്ക ഇല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല എല്ലായിടവും നന്നായി പിടിക്കത്തക്ക വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് മുരിങ്ങയ്ക്ക ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെക്കാം. ഇതാ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി 10 മിനിറ്റ് അരക്കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ലാസ്റ്റായി നമ്മുടെ കറിയിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടെ ഗ്രേവിക്കായിട്ട് 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മുടെ കറി ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇതാ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി കൂടിയാണ്. പ്രത്യേകിച്ച് മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു പിടി ഉണക്കക്കൊഞ്ചും കുറച്ച് മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.